കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ, KSRTC മുങ്ങി പണ്ടാറടക്കും, പഞ്ചറാവും, കട്ടപ്പുറത്ത് കയറുമെന്ന് ഗതാഗത മന്ത്രിയായിട്ടുള്ള CP ജോണിന് മനസ്സിലായിരിക്കുന്നു. ബഹുമാനപ്പെട്ട CP ജോൺ ഇപ്പൊ എങ്ങനെയെങ്കിലും സ്ത്രീകളെ പരിഹസിച്ച് എങ്ങനെയാണ് ഈ പറയുന്ന ഈ ഒരു സ്ത്രീകളുടെ ഫ്രീ യാത്രാ പദ്ധതി നിർത്തലാക്കാമെന്നുള്ള ഒരു അക്ഷീണ പരിശ്രമത്തിലാണ്. ഓരോ മാസവും 90 കോടി രൂപയോളമാണ് ഗവൺമെന്റിന് നഷ്ടം വരുന്നത്. എല്ലാ തവണയും അങ്ങനെയൊക്കെ തന്നെയാണെന്നേ. വർഷാവർഷം അത്യാവശ്യം കോടി രൂപ KSRTCക്ക് നൽകുന്നുണ്ട്. പക്ഷേ ഇവർ ഭരിക്കുന്ന സമയത്ത് എത്രയാണ് നഷ്ടങ്ങൾ എന്ന് മുഴുവൻ ജനങ്ങൾ അറിയും, എന്നാൽ ലാഭവും മുക്കുന്നതൊന്നും ജനങ്ങൾ അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ CP ജോൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ പരിഹസിക്കുകയാണ്. അതായത് കുട്ടികളെ, അവരുടെ കുട്ടികളെ വലിയ വലിയ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാൻ അവർക്ക് പൈസ ഉണ്ട്, എന്നാൽ KSRTCയിൽ ഫ്രീ യാത്രയിലേ പോകൂ, അതിൽ തിക്കിത്തെരഞ്ഞേ പോകൂ. ഈ ഫ്രീ യാത്ര എന്ന് പറഞ്ഞ പരിപാടി അനുഭവിക്കുന്ന ഒട്ടുമിക്ക സ്ത്രീകൾക്കും നല്ല പണമുണ്ട്. പക്ഷേ ഒരു നാണവും മാനവുമില്ലാതെ അവരിതാ ഈ ഫ്രീ ബസ്സിൽ പോകുന്നു എന്ന് ഇപ്പോഴിതാ നമ്മുടെ CP ജോൺ ഒരു പരിഹാസ വർത്തമാനം കൂടി പുറത്തു വന്നിരിക്കുന്നു. ഇതെന്തിനാണ്? എങ്ങനെയെങ്കിലും പരിഹസിച്ച് ഈ സ്ത്രീകളുടെ ഫ്രീ യാത്ര എന്ന് പറഞ്ഞ പരിപാടിയിൽ നിന്ന് കുറച്ച് സ്ത്രീകളെങ്കിലും മാറ്റണം. ഇനി കേട്ടോക്കൂ സുഹൃത്തുക്കളെ, കാണാം. കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ ഒരു ഗംഭീര 3-4 കയ്യടി നിങ്ങൾ കേട്ടോ. എന്തല്ലേ, അടിപൊളിയാണ്. ഇനി ഇത് ആശുപത്രി. സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി. ഈ 3 കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. അടിപൊളി. എന്താ പൊതുജനാരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറയാ, അവിടുത്തെ നിലത്ത് കിടക്കുമെന്നും, എന്നാൽ പൊതുഗതാഗതത്തിൽ നമ്മൾ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുമെന്നും, എന്നാൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ കാര്യം വരുമ്പോൾ ഗവൺമെന്റ് സ്കൂളിൽ ചേർക്കാതെ നമ്മൾ പ്രൈവറ്റ് സ്കൂളിൽ, അതും ഫീസ് കൊടുത്ത്, ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട അത്തരം സ്ഥാപനങ്ങളിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ ചേർക്കുമെന്നാണ് CP ജോൺ പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പറഞ്ഞത് ശരിയാണ്, പച്ച മലയാളത്തിൽ ശരിയാണ്. പക്ഷെ ഇതൊരു പരിഹാസ രൂപേണ എങ്ങനെയെങ്കിലും KSRTC സ്ത്രീകളെ അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് എങ്കിൽ ഇതൊരു വളരെ മോശമായിട്ടുള്ളൊരു പരിഹാസമാണ് എന്ന് പറയാൻ തോന്നുന്നു എൻ്റെ പ്രിയപ്പെട്ട മന്ത്രി. എന്തൊക്കെയായാലും നമുക്ക് കാര്യങ്ങളൊന്ന് നോക്കാം. ഇത്തരത്തിൽ ഒരു വിവാദ പരാമർശം ഉണ്ടായിട്ടുള്ളത് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഗതാഗത മന്ത്രി സ്ത്രീകളെ പരിഹസിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയിട്ടുള്ളത്. പ്രധാനമായും പറയുന്നത്, പ്രിയദർശിനി ബസ്സിൽ ആളുകൾ കയറുന്നത് വെറുതെ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയത് കൊണ്ടാണ്. നേരെ മറിച്ച് ഈ സ്ത്രീകൾ അടക്കമുള്ളവർ അവരുടെ മക്കളെ പ്രൈവറ്റ് സ്കൂളിൽ വലിയ പണം നൽകിക്കൊണ്ട് പഠിപ്പിക്കുന്നു. കൂടാതെ തന്നെ ഈ പണം കൊടുത്ത് പഠിപ്പിക്കുന്ന അതേ സ്ത്രീകൾ ഈ കുടുംബത്തിൽ ഒരു അസുഖം വന്നാൽ നേരെ സർക്കാർ ആശുപത്രിയിൽ ചെല്ലുകയും അവിടെ വരാന്തയിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെ ഞെട്ടിപ്പിക്കുന്നു. ഇത്തരം ആളുകളുടെ ഒരു പെരുമാറ്റം തന്നെ ഞെട്ടിപ്പിക്കുന്നു. കേരള പൊതുസമൂഹത്തെ ഒന്നാകെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവന തന്നെയാണ് CP ജോണിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതൊക്കെ പ്രതീക്ഷിച്ചാണ് കേട്ടോ. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്നിനൊന്നു മെച്ചം അല്ലേ? നമ്മുടെ മന്ത്രിമാരെല്ലാം ഒന്നിനൊന്നു മെച്ചമാണ്. ഇന്നലെ ഇതാ നമ്മുടെ പിണറായി വിജയനെ അടക്കം, പിണറായി വിജയൻ 2018 പ്രളയകാലത്ത് പട്ടിണി കെടുക്കുമായിരുന്നെന്ന് അറിയില്ലായിരുന്നു എന്ന് പരിഹസിക്കുകയാണ്. പിണറായി വിജയനെ അപഹസിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ പ്രളയകാലത്തെല്ലാം തൻ്റെ സ്വന്തം അസുഖവും മറന്ന് ആ ചികിത്സയ്ക്കും പോവാതെ ഇവിടെ വന്നിരുന്നിട്ട് അതിന് നേതൃത്വം കൊടുത്ത ഒരു മഹാമനുഷ്യനാണ് ഇങ്ങനെ ഇരുന്ന് പരിഹസിക്കുന്നത്. എന്തായാലും പരിഹാസത്തിന്റെ അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിണറായി തന്നെയാണ് ശരിയെന്ന് അന്ന് ഇടതുപക്ഷക്കാർ പറഞ്ഞത് എത്രയോ ശരിയാണല്ലോ എന്ന് ഇപ്പോഴാണ് പലർക്കും മനസ്സിലാവുന്നത്. പോയി കുത്തിയ വിരലിനൊക്കെ പലരും പോയി നോക്കുന്നുണ്ട്. പടച്ചവനെ, ഈ വിരലുകൊണ്ടാണല്ലോ ഞാൻ വെറുതെ അതിന് കൊണ്ടുപോയിട്ട് കുത്തിയിട്ട് ജയിപ്പിച്ചു വിട്ടെ എന്ന് പല ആളുകൾക്കും വളരെ വിഷമമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം.
എന്തായാലും അധികാരം കിട്ടാൻ വേണ്ടി സൗജന്യം എന്ന് പറഞ്ഞു. അവസാനം അത് കൊടുക്കേണ്ട ഗതികേട് വന്നു. സൗജന്യം പ്രഖ്യാപിച്ചു, എല്ലാ ബസ്സിലും പ്രഖ്യാപിച്ചു. പിന്നീട് അത് പ്രത്യേക ബസ്സിൽ മാത്രമാക്കി, എല്ലാ സ്ത്രീകൾക്കും എന്നാക്കി. ഇപ്പം എന്തായി? കുടുങ്ങി. ഇത് തന്നെ നേരം പോലെ നടത്തിക്കൊണ്ടാൻ പറ്റുന്നില്ല എന്ന്. എന്തായാലും പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ വെച്ചവെടി നേരെ കറങ്ങി തിരിച്ച് നമ്മുടെ ആസനത്ത് തന്നെ വന്ന് തട്ടുക എന്നൊക്കെ പറയില്ലേ, അതൊരു വല്ലാത്ത വിഷമമുള്ള കാര്യമാണ്. എന്തായാലും ബസ്സിന് കാശ് കൊടുക്കാനില്ലാത്ത സ്ത്രീ മക്കളെ സ്വകാര്യ സ്കൂളിൽ കാശ് കൊടുത്ത് പഠിപ്പിക്കും. അസുഖം വന്നാൽ സർക്കാർ ആശുപത്രിയിൽ പോയിട്ട് വരാന്തയിൽ പോയി കിടക്കും. അങ്ങോട്ട് സ്ത്രീ സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്തതാണ്, അല്ലാതെ ഈ സ്ത്രീകളെല്ലാം ഒരു കാരണവശാലും ഇങ്ങോട്ട് ഇത് വേണമെന്ന് പറഞ്ഞിട്ടില്ല. അതെന്താണ് ഈ മന്ത്രി മനസ്സിലാക്കാത്തത്? എപ്പോഴെങ്കിലും നമ്മുടെ സ്ത്രീകളെല്ലാം നിങ്ങൾ അധികാരത്തിൽ കയറുന്ന ഞങ്ങൾക്ക് ഫ്രീ യാത്ര വേണമെന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല. ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് കോൺഗ്രസ്സുകാർ അങ്ങോട്ട് പറഞ്ഞതാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രീ യാത്ര നൽകാം. അപ്പൊ പിന്നെ ഫ്രീ യാത്ര കൊടുക്കുകയും ചെയ്യുക, അതിനുശേഷം ഇങ്ങനെ പരിഹസിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന പരിപാടി അതൊരു മോശം പരിപാടിയല്ലേ? സ്ത്രീകളെ ഇങ്ങനെ ആക്ഷേപിക്കല് വളരെ മോശം പരിപാടിയല്ലേ? എന്തായാലും മന്ത്രിസഭയിൽ ഇത് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതൊരു നാറിയ വർത്തമാനമാണ് എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. കാരണം ഔദാര്യം കൊടുക്കുക, ഔദാര്യം വാങ്ങിച്ചു പോയാൽ ഞങ്ങൾ ഔദാര്യം കൊടുത്തു പോയത് പോയി നക്കി തിന്നുന്ന കണ്ടില്ലേ എന്ന വർത്താനം പറയുക, ഇങ്ങനെ ഔദാര്യം കിട്ടി ഞങ്ങൾ കുടുങ്ങി എന്നുള്ള വർത്താനം പറയുക, അത് വളരെ 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 മോശം പരിപാടി എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വേറൊന്നും പറയാനില്ല. ഇനി എന്തിനൊക്കെ ആയിരിക്കും ഇവരിങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയുക എന്നപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. ഇനി എന്തിനൊക്കെ ആയിരിക്കും ഇവരിങ്ങനെ അഭിപ്രായം പറയുക? ഇനി ഹോസ്പിറ്റലിൽ എന്തായാലും ഫ്രീ ചികിത്സയാണല്ലോ, നിങ്ങൾക്ക് എന്താണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിക്കൂടെ എന്നുള്ളൊരു അർത്ഥം അതിലില്ലേ? അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല എന്നാണ് അദ്ദേഹം പറയുന്നേ. സർക്കാർ ആശുപത്രി വരാന്തയിൽ കിടക്കും. ഇതാ കണ്ടോളൂ, അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോവില്ല, സർക്കാർ ആശുപത്രി വരാന്തയിൽ കിടക്കും. എന്താണ് അതിന്റെ അർത്ഥം? അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വകാര്യ ഹോസ്പിറ്റലിൽ പോകൂ. നിങ്ങൾ സർക്കാർ ആശുപത്രിയിൽ വന്നിൽ കിടക്കല്ലേ? സർക്കാർ ആശുപത്രിക്ക് മെനക്കെടുണ്ടാക്കല്ലേ? ഞങ്ങൾക്ക് സർക്കാർ ആശുപത്രി നേരം വരെ കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല. മുരളീധരനാകെ പെട്ടുകിടക്കാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഒന്നാമത് നേരം പോലെ ഗുരുവായൂർ അമ്പലത്തിൽ പോലും നേരം വരെ പോകാൻ പറ്റുന്നില്ല. അവിടെ പോയാലും നാട്ടുകാർ ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നേ, സർക്കാർ ആശുപത്രിയിൽ അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല, അത് കിട്ടുന്നില്ല. നേരം പോലെ ഭരിക്കാൻ അറിയാവുന്ന ആരെങ്കിലും കയ്യിൽ ഇത്തരം എന്താ പറയുക, ട്രാൻസ്പോർട്ട്, വിദ്യാഭ്യാസം, ഒപ്പം തന്നെ ആരോഗ്യം, ഇതൊക്കെ അത്യാവശ്യം നല്ല മെച്ചപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ പെട്ടുപോകുന്നേ. അതാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിക്കുക, അധികാരത്തിൽ കഴിഞ്ഞൊരു 2 മാസത്തിനിടയ്ക്ക് എത്ര പേരാണ് പനിയും മറ്റും പിടിച്ച് മരിച്ച്? നമ്മുടെ കേരളത്തിൽ കൃത്യമായി ചർച്ച ചെയ്യുന്നേ ഇല്ല. മിക്കവാറും കേരളം ആരോഗ്യ കാര്യത്തിൽ പുറകോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും കാണാനുണ്ട്. അതിനുള്ള എല്ലാ സംഗതികളും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും വണ്ടി ഓടിച്ചു ഏതോ ഒരു വീഡിയോ ഓണായി പോയതാണ്. എന്തായാലും സുഹൃത്തുക്കളെ, സ്ത്രീകൾക്ക് അങ്ങനെ പൈസ വേണ്ടാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ തള്ളി കയറുകയല്ല, നിങ്ങൾ ഫ്രീ കൊടുക്കാമെന്ന് പറഞ്ഞതിൽ കയറിയതാണ്. പരിഹസിക്കരുത് പ്ലീസ്. ബൈ.